നമ്മുടെ വൈഫിനും കൊച്ചിനും ഒക്കെ കുറെ നാളായിട്ട് മൈലാഞ്ചി ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം പറിച്ചിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ നമുക്ക് ഒരാളെ കിട്ടി, റിൻസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ അതൊരു വീഡിയോയും കൂടി ആക്കാം. കാരണം നമ്മുടെ വൈഫിനെ പോലെ തന്നെ മറ്റ് പല സ്ത്രീകളും ഇതുപോലെ മൈലാഞ്ചി ഇടാനൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റിയ ഒരാളെ ഇവിടെ കിട്ടും എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ടെന്നാണ് ഞാൻ വൈഫ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ. അപ്പോൾ ഇടാൻ പറ്റിയ ഒരാളെ നമ്മൾ കാണിക്കാം. അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് നമുക്കിപ്പോൾ വീട്ടിലെ കസിൻസ് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിടാനോ അല്ലെങ്കിൽ സിംഗിളായിട്ട് വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് മൈലാഞ്ചി ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും ആർക്കും വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്, അതിന് വൈഫിന് ഇടാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കാണിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എത്ര നാളെ ഇങ്ങനെ മൈലാഞ്ചി ഇടലൊക്കെ തുടങ്ങിയിട്ട്? ഞാനൊരു +2 കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടാണ്. അപ്പോഴാണ് കുറച്ചൊരു സീരിയസ് ആയിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. കുറേ ആളുകൾക്കുള്ള സംശയം എന്ന് വെച്ചാൽ ഈ പിള്ളേർക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇടണോ, അത് പിള്ളേർക്ക് വല്ല അലർജിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഭാവേന ചെയ്തുകൊണ്ടിരിക്കണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിനോടൊപ്പം ചോദിക്കുന്നത്. പിള്ളേർക്ക് ഇടണോണ്ട് അങ്ങനെ വല്ല കുഴപ്പങ്ങളോ കാര്യങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ ഇതുവരെ ഞാൻ ഇട്ടിട്ട് ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന കമ്പനികളൊക്കെ പോലെ ഇരിക്കും. കൂടുതലും ഓർഗാനിക് ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പെട്ടെന്നാണ് ലിയ വിളിച്ച് പറഞ്ഞതും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഷോപ്പിൽ കയറി ഇപ്പോൾ ഇത് നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. സിംഗ് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഇത് കേട്ടിട്ട് ഇതുവരെ കുഴപ്പമില്ല. പിന്നെ പല കളേഴ്സ് ഒക്കെ അടങ്ങിയതും പെട്ടെന്ന് തന്നെ ചുമക്കുന്ന അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ ഇപ്പൊ. അപ്പൊ അതൊക്കെ വരുമ്പോഴാണ് കൂടുതൽ കെമിക്കലൊക്കെ. എനിക്ക് തോന്നുന്നത് ഈ അധികം സമയം പിടിച്ചിട്ട് കയ്യിൽ വരച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റാത്തതൊക്കെ കെമിക്കൽ അടങ്ങിയത് വളരെ കുറച്ച് സമയം കൊണ്ട് കളർ കിട്ടണതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ബ്രൈഡ്സിൽ തന്നെ ഹിന്ദുസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ പെട്ടെന്ന് കളർ വെക്കുന്നതും അധികം നേരം പിടിക്കാത്ത അതൊക്കെയാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു മുസ്ലിംസിൽ തന്നെ ഉള്ളവരാണ് കൂടുതലും ഈ ഓർഗാനിക് ഒക്കെ തന്നെ അത് തന്നെ വേണോന്ന് നിർബന്ധം പറയുന്നവര്. ഇപ്പൊ ഇത് ചുമന്ന കഴിഞ്ഞ് പോകാനായിട്ട് ഇതിനേക്കാൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കളർ പോവാനായിട്ടൊക്കെ ഈ ബിഗ് ബി പോലുള്ള ഇതാണ് കൂടുതലും ആളുകൾ പറയുന്നത്. ബിഗ് ബി എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? അതൊരു മൈലാഞ്ചിയുടെ ബ്രാൻഡ് ആണല്ലേ? മൈലാഞ്ചിയുടെ ബ്രാൻഡ് തന്നെയാണ്. പ്രത്യേകത എന്താണ് ബിഗ് ബി? കെമിക്കൽ അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ എന്താണ്? ബിഗ് ബി കൂടുതൽ ഹിന്ദുസ് ബ്രൈഡ് ഒക്കെയാണ് അത് ചൂസ് ചെയ്യുന്നത്. അതാവുമ്പോ അധികം നേരം പിടിക്കണ്ട. അതുപോലെ തന്നെ പോകാനാണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് പോവുകയും ചെയ്യും. 2 ദിവസം കൊണ്ട് മൈലാഞ്ചിയുടെ കളർ ഫെയ്ഡ് ഔട്ട് ആയി പോകും. അപ്പൊ അതിന്റെ ഒരു ഉപകാരം എന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഒക്കേഷനിലെ ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷന് മാത്രം അത് മതി. അപ്പൊ അതുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പോവുകയും ചെയ്യും. ഇപ്പൊ ജോലിക്കൊക്കെ പോണവരുണ്ടെങ്കിൽ ചിലവർക്ക് ജോലി സ്ഥലത്ത് കളറൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതിലെ കൊള്ളാമോ? മൈലാഞ്ചി ഇട്ടതൊക്കെ ഇതിൽവാക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽവാക്ക് മാത്രമല്ല, ഈ ഡിസൈനും കാര്യങ്ങളെല്ലാം കണ്ടുകഴിയുമ്പോൾ എനിക്കും വൈഫിനും നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വർക്കൊക്കെ നിങ്ങളുടെ വീട്ടിലും വന്ന് ചെയ്തു തരും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അടിപൊളിയാണ് സംഭവം. അപ്പോൾ റിൻസി, ഈ മൈലാഞ്ചിയിൽ ഏതൊക്കെ തരം ഡിസൈൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ള വല്ല പേര കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മളിപ്പോ ഇവിടെ കൂടുതൽ എന്താ പറയുക മാർക്കറ്റുള്ളത് അറബിക്കും ഇന്ത്യനും ആണ്. ഇന്ത്യൻ കൂടുതൽ ബ്രൈഡ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോണവര് ചെറിയ ചെറിയ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴാണ് ഈ അറബിക്ക്. അറബിക് എന്ന് പറയുമ്പോൾ അതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും? ഒരു അറബിക്ക് കുറച്ച് പൂക്കളും ഒക്കെ ആയിട്ടൊക്കെ എനിക്ക് കൂടുതൽ കംഫർട്ട് അറബിക്കാണ്. അതെ അതെ. ഇന്ത്യൻ ഇപ്പൊ ഈ അടുത്താണ് അതൊക്കെ. ഇപ്പൊ ഈ ഹിന്ദു ബ്രൈഡൽസ് ഒക്കെ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത് അറബിക് ആയിരിക്കും അല്ലെങ്കിൽ മറ്റേത് ഇന്ത്യൻ ആണ്? ബ്രൈഡ്സ് കൂടുതലും ചൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ആണ്. ചിലവരുടെ കൺഫ്യൂഷനെ ഈ അലർജി ഉണ്ടാവോ എന്നുള്ളതൊക്കെ ഉണ്ടാവും, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവരെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യണോണ്ട് കുഴപ്പം എന്താണ് അഭിപ്രായം? ഇപ്പൊ ഇതുവരെ ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ തന്നെ അന്വേഷിച്ചറിയും, ബ്രൈഡ്സിനൊക്കെ ആണെങ്കിൽ ചോദിച്ചറിയും സ്കിൻ എങ്ങനെയാണ്, ഇന്ന കോണ് ചൂസ് ചെയ്ത വല്ല പ്രശ്നമുണ്ടോ, ഇതിനു മുമ്പ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതലും ഞാൻ ഓർഗാനിക്കാണ് ഉപയോഗിക്കുന്നത്. ഈ എന്തെങ്കിലും വെഡിങ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പോയി ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? ഇട്ട് കൊടുക്കാറുണ്ട്. ഇതേപോലെ എന്റെ ഫ്രണ്ട്സും ഒക്കെ സീസണിലാകുമ്പോ ഓരോ ബ്രോഷറൊക്കെ ചെയ്തൊക്കെ സ്റ്റാറ്റസ് ഇടും. അപ്പൊ ഫ്രണ്ട്സ് വഴിയും ഫാമിലി വഴിയൊക്കെ ഒരുപാട് വർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ പോയി ചെയ്ത് കൊടുക്കാറുണ്ട്.
ഇതിപ്പോ ഈ സോളോ ആയിട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഒറ്റക്ക് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കും. അതെ അതെ, അങ്ങനെ മിക്കവരും വീട്ടിലോട്ട് വരും കേട്ടോ. സ്വാഭാവികം അവിടെ ചെല്ലുമ്പോ വീട്ടുകാരും വേറെ ആരെങ്കിലും കേട്ടൊക്കെ ഉണ്ടാവും. അതെ അതെ ഉണ്ടാവും, ചെറിയ ചെറിയ ഒക്കെ വിളിക്കും, എല്ലാത്തിനും പോയിടും. അപ്പൊ വീട് ശരിക്കും പറഞ്ഞാൽ എറണാകുളം വൈപ്പിനാണല്ലേ? അതെ, വൈപ്പിൻ തെക്കുമാലിപ്പുറമാണ് എന്റെ വീട്. അപ്പൊ നമുക്ക് ഏകദേശം എന്തോരം ദൂരമൊക്കെ പോയി ചെയ്തിട്ടുണ്ട്? ഏകദേശം തൃപ്പൂണിത്തുറ വരെയൊക്കെ മാക്സിമം പോയിട്ടുണ്ട്, അരൂര് അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ദൂരം ഉണ്ട്, ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മള് അവിടെ പോയി ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വണ്ടിയുടെ ഇത് തന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെയാണെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ റിൻസിയുടെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തേക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് മൈലാഞ്ചി ഇടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കസിൻസിന് കുറച്ച് പേർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മൈലാഞ്ചി ഇടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രിൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി വീട്ടിൽ വന്ന് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് തരും. പിന്നെ അതുപോലെ തന്നെ ഒരാൾക്ക് ഒറ്റക്കൊക്കെ ഇടാനാണെങ്കിൽ ഇപ്പോൾ റിൻസിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളം വൈപ്പിനാണ്. റിൻസിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഒരാളോ രണ്ടുപേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടും നമുക്ക് മൈലാഞ്ചി ഇട്ടിട്ട് പോകാം. അപ്പോൾ ഒന്ന് നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് വേണം വരാൻ, അതിന് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ. അതുപോലെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത് കല്യാണത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ മണവാട്ടികൾക്കൊക്കെ മൈലാഞ്ചി ഇടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇടാൻ പറ്റിയ ഒരാളെ നമ്മൾ അന്വേഷിച്ചിട്ട് പല സ്ഥലത്തും നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മണവാട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. വർക്കിൻ്റെ കാര്യം നമ്മൾ കണ്ടു, പെർഫെക്റ്റ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് മണവാട്ടിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ മൈലാഞ്ചി ഇടുന്ന റേറ്റിൻ്റെ കാര്യം ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, കാരണം പല ഡിസൈനിനും പല സൈസൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചിലവർക്ക് മുട്ട് കൈ മുതൽ താഴത്തേക്ക് ഇടാനുണ്ടാവും, ചിലവർക്ക് ഉള്ളം കയ്യിൽ മാത്രം മതിയാവും, ചിലവർക്ക് പുറം കയ്യിൽ ഇടേണ്ടി വരും, ചിലവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അനുസരിച്ച് റേറ്റിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് റേറ്റ് ഞാൻ പറയുന്നില്ല, എന്തുകൊണ്ടും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്, ഒരിക്കലും ഒരു കത്ത് റേറ്റ് വരില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ടും താങ്ങാൻ പറ്റിയ റേറ്റ് ആയിരിക്കും. ഇനി കുറച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരാനാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഈ മൈലാഞ്ചിടലിന് കുറേ സമ്മാനമൊക്കെ കിട്ടിയെന്നൊക്കെ കേട്ടില്ല, അപ്പം എന്താണ് അതെന്താ സംഭവം, എന്തിൻ്റെയാണ് സമ്മാനം കിട്ടിയത്? അത് നമ്മുടെ പഞ്ചായത്ത് ലെവലിൽ കേരളോത്സവം മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതില് പഞ്ചായത്ത് ലെവലിലും ബ്ലോക്ക് ലെവലിലും ഒക്കെ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇടക്കിടക്ക് അങ്ങനെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കും, ടച്ച് വിട്ട് പോകരുതല്ലോ. കോമ്പറ്റീഷൻ എത്ര ടൈമിനുള്ളിൽ വർക്ക് തീർക്കണോ, എങ്ങനെയാണത്? അത് ടൈം തരും, 1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ടൈം ഉണ്ടാകും. അതിനുള്ളിൽ തീർക്കണം. അതിൽ ഡിസൈനും പറയും, എഞ്ചിനാണെങ്കിൽ അങ്ങനെ പറയും, പൂ പാടില്ല, അങ്ങനെ ഓരോന്നൊരു പറയും, റൂൾസ് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് ചെയ്യണം. അത് കയ്യിൽ തന്നെയാണ് വരക്കണത് അല്ലെങ്കിൽ? അത് കയ്യിലാണ്, നമ്മളിപ്പോ ഒരാളെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ വൈഫിൻ്റെ കയ്യിൽ ഫൈനൽ ഫിനിഷിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫിൻ്റെ കയ്യിലൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും ഒരാഗ്രഹം നമ്മുടെ കയ്യിലും കൂടി ഒന്ന് ഇട്ടാലോ എന്ന്. അങ്ങനെ നമ്മുടെ കയ്യിൽ ഇടാൻ പറ്റിയൊരു ഡിസൈൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സംഭവം ടാറ്റു ഡിസൈനാണ്, പക്ഷേ നമുക്ക് മൈലാഞ്ചി വെച്ച് വിടാം. പിന്നെ അതുപോലെ നമ്മുടെ അരുൺസ് ടെക് ആൻഡ് ട്രാവൽ എന്നുള്ള ചാനലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ATT എന്നുള്ള ചെറിയ രീതിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ മൈലാഞ്ചി ഇടുന്ന ആളുകളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിൻസിനെ കോൺടാക്ട് ചെയ്യാം, നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നിങ്ങളുടെ ഫംഗ്ഷനൊക്കെ നടക്കുന്ന കസിൻസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കാം കേട്ടോ.